കേരളം വീണ്ടും ഒരു വിധി നിർണായകമായ വോട്ടെണ്ണൽ ദിനത്തിലേക്ക് അടുക്കുകയാണ്. 2026 ഏപ്രിൽ 9 നടന്ന വോട്ടെടുപ്പിൽ 78% പോളിംഗ് രേഖപ്പെടുത്തിയതോടെ ജനവിധി ആർക്ക് അനുകൂലമാകുമെന്ന കാര്യത്തിൽ മുന്നണികൾക്കിടയിൽ കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്നു. UDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുമ്പോഴും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പിണറായി വിജയൻ മൂന്നാം ഊഴം നേടുമെന്ന അവകാശവാദവുമായി LDFും രംഗത്തുണ്ട്. ഈ സന്ദർഭത്തിലാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങളും മുന്നണിക്കുള്ളിലെ അണിയറ നീക്കങ്ങളും പ്രസക്തമാകുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഗതിവിധികൾ നിർണ്ണയിക്കുന്നതിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾ UDF ക്യാമ്പുകളെ അസ്വസ്ഥമാക്കുന്നതും ഇടതുപക്ഷത്തിന് ആശ്വാസം നൽകുന്നതുമാണ്. UDF അധികാരത്തിൽ വരുമെന്നത് വെറും മാധ്യമ പ്രചാരണം മാത്രമാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ പക്ഷം. പിണറായി വിജയൻ മണ്ടനല്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വലിയ ചർച്ചയായിട്ടുണ്ട്. ഇടതുപക്ഷം വലിയ ബഹളങ്ങൾ ഉണ്ടാക്കാതെ നിശബ്ദമായി തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിച്ചിട്ടുണ്ടെന്നും UDF ആഘോഷിക്കുന്ന വിജയം പിണറായി വിജയൻ തട്ടിയെടുക്കുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. ചെറിയ ഭൂരിപക്ഷത്തിന്റെ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. LDF അധികാരത്തിൽ വരുന്നത് വലിയ ഭൂരിപക്ഷത്തോടെ ആയിരിക്കില്ലെന്നും മറിച്ച് നേരിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഭരണ തുടർച്ച ഉണ്ടാവുകയെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. VD സതീശൻ ഉന്നയിക്കുന്ന 12 മന്ത്രിമാരുടെ പരാജയം എന്ന വാദം വെറും ആഗ്രഹചിന്ത മാത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. രാഷ്ട്രീയ പ്രവചനങ്ങൾക്കൊപ്പം തന്നെ ഭരണ സംവിധാനത്തിലെ പോരായ്മകളെയും വെള്ളാപ്പള്ളി രൂക്ഷമായി വിമർശിച്ചു. കേരള ഇലക്ട്രിസിറ്റി ബോർഡിനെ അദ്ദേഹം ചതിയൻ ചന്തുവിനോടാണ് ഉപമിച്ചത്. ഉദ്യോഗസ്ഥർ കനത്ത ശമ്പളം വാങ്ങുന്നതല്ലാതെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കാലാകാലങ്ങളായി വന്ന സർക്കാരുകൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.